ബഹുമാന്യരായ വിവിധ മഹല്ലുകളിലെ ഇമാമുമാരെ, അതുപോലെ പാളയ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ്, സെക്രട്ടറി, അതുപോലെ വിവിധ മഹല്ലുകളിലെ ഭാരവാഹികളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഒരു റമളാൻ കൂടി പൂർത്തീകരിച്ചുകൊണ്ട് ശവ്വാലിലേക്ക് എപ്പോഴാണ് പ്രവേശിക്കുക എന്ന് നമ്മൾ കാത്തിരിക്കുന്ന ഒരു സന്ദർഭമാണ്. എപ്പോഴാണ് നമ്മൾ ശവ്വാൽ മാസത്തിലേക്ക്, അതല്ലെങ്കിൽ പെരുന്നാളിലേക്ക് പ്രവേശിക്കുക എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എന്ന് കാത്തിരുന്നു കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. ഇന്നത്തെ ദിവസം തീർച്ചയായും സാധ്യതയുള്ള ഒരു ദിവസം കൂടിയാണ്. റമളാൻ 29. നമ്മുടെ തിരുവനന്തപുരത്ത് 19 മിനിറ്റ് സാധ്യത കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോഴിക്കോട് 20 മിനിറ്റും കാസർഗോഡ് 21 മിനിറ്റുമെല്ലാം പിറകാണാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഏതായാലും അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമുണ്ടാകും. 30 പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിച്ചതെങ്കിൽ നാളെ കൂടി നോമ്പായിട്ട് മറ്റന്നാളായിരിക്കും. അതല്ല, ഇന്ന് തന്നെ പിറ കണ്ട വിവരം നമുക്ക് ലഭിക്കുകയാണെങ്കിൽ നാളെ തന്നെ ആയിരിക്കും നമ്മുടെ പെരുന്നാൾ. അൽഹംദുലില്ലാ, എന്തായാലും റബ്ബിന് നമ്മൾ ശുക്ർ ചെയ്യണം. ഈ 29 ദിവസം, അതല്ലെങ്കിൽ അടുത്ത ദിവസം കൂടി നോമ്പെടുക്കാൻ അള്ളാഹു നമുക്ക് ആരോഗ്യം നൽകിയതിൽ അള്ളാഹുവിനെ നമ്മൾ ശുക്ർ ചെയ്യുകയും അവന് തക്ബീറുകൾ, അവന് നന്ദി വാക്കുകൾ അർപ്പിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. നമ്മുടെ ഇമാമുമാർ ഇനിയും ഇവിടെ സംസാരിക്കാനുണ്ട്. കുറച്ച് ആളുകളൊക്കെ സംസാരിച്ചു കഴിഞ്ഞു, പക്ഷെ ഇനിയും സംസാരിക്കാനുണ്ട് നമ്മുടെ ഇമാമുമാർ. ഏതായാലും ഈ ഒരു റമളാൻ പൂർത്തീകരിക്കുന്ന സമയം നമ്മെ സംബന്ധിച്ചിടത്തോളം ചില അസ്വസ്ഥതകൾ നമ്മെ വേട്ടയാടുന്നുണ്ട്. അതായത് ഒരു യുദ്ധകാലം കൂടിയാണ്. നമ്മുടെ പ്രവാസികളായ സഹോദരങ്ങളെല്ലാം വലിയ ആശങ്കയിൽ കഴിഞ്ഞുകൂടുന്ന ഒരു കാലം കൂടിയാണ്. അതുകൊണ്ട് നമ്മുടെ ഈ പെരുന്നാളിലേക്കുള്ള ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് ലോകശാന്തിക്കായുള്ള പ്രാർത്ഥനയാണ്. യഥാർത്ഥത്തിൽ വിശ്വാസിയുടെ ലോകത്തോടുള്ള സന്ദേശം ശാന്തിക്കായുള്ള പ്രാർത്ഥനയാണ്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ, ലോകത്തിന് മുഴുക്കയും ശാന്തി ഉണ്ടാവട്ടെ, സമാധാനം ഉണ്ടാവട്ടെ എന്നുള്ളതാണ്. അതാണ് ഓരോ നമസ്കാരങ്ങളിൽ നിന്നും വിരമിച്ചു കഴിഞ്ഞാൽ നടത്തുന്ന പ്രാർത്ഥനയും. അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാരക്ത യാദൽ ജലാലി വൽ ഇക്റാം. നാഥാ, നിന്നിൽ നിന്നാണ് ശാന്തി, നിന്നിലേക്കാണ് ശാന്തിയുടെ മടക്കം. സഹോദരങ്ങളെ, ഈ പ്രാർത്ഥന നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് ഹൃദയസ്പർശിയായിട്ടുള്ള അവസ്ഥയിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്ന സന്ദർഭമാണ് പുതിയ സന്ദർഭം എന്ന് പറയുന്നത്. ഞാൻ മെല്ലെ സംസാരിക്കുക, കാരണം വല്ല വിവരങ്ങൾ കിട്ടുകയാണെങ്കിൽ അത് ആളുകൾക്ക് അതാണല്ലോ പ്രധാനം. ഏതായാലും അള്ളാഹു ലോകത്തിന് മുഴുക്കയും ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യുമാറാവട്ടെ. സാമ്രാജ്യത്വ സയനിസ്റ്റ് ശക്തികൾ ഇറാനെ ആക്രമിച്ചതിന്റെ ഭാഗമായി നമുക്കറിയാം, ധാരാളം കുഞ്ഞുങ്ങളടക്കമുള്ള ധാരാളം നിരപരാധികളായ മനുഷ്യരാണ് കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത്. അവർക്കെല്ലാം വേണ്ടി, അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, ആ കുടുംബങ്ങളുടെ സമാധാനത്തിന് വേണ്ടി, ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്ന സന്ദർഭമാണ്. എന്ന് മാത്രമല്ല, യുദ്ധങ്ങളില്ലാത്ത, ആയുധങ്ങളുടെ ബഹളങ്ങളില്ലാത്ത ഒരു ലോകക്രമം സംജാതമാവണം. കഴിഞ്ഞ വർഷം നമ്മൾ റമളാനിലൂടെ പോകുമ്പോൾ ഫലസ്തീനായിരുന്നു നമ്മുടെ വിഷയമെങ്കിൽ, ഈ വർഷം പശ്ചിമേഷ്യയിൽ ഇറാനും അതുപോലെ ഗൾഫ് രാജ്യങ്ങളും എല്ലാം തന്നെ വലിയ അസ്വസ്ഥതയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം. ഇറാനിലും ഗൾഫ് രാജ്യങ്ങളിലും ഫലസ്തീനിലും മാത്രമല്ല, ലോകത്തുടനീളം ജഗന്നിയന്താവായ നാഥൻ പൂർണ്ണമായ നിർഭയത്വം പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, സമാധാനമാണ് പ്രധാനം. എല്ലായിടത്തും ലോകത്ത് സമാധാനം വേണം, നമ്മുടെ കുടുംബത്തിലും സമാധാനം വേണം. കുടുംബത്തിലെ സമാധാനം വലിയ വിഷയമാണ് ഇന്നത്തെ കാലം എന്ന് പറയുമ്പോൾ. നമുക്കറിയാം, നമ്മൾ വിവിധ വാർത്തകളാണ് വായിച്ചു കൊണ്ടിരിക്കുന്നത്. മരുമകൾ അമ്മയെ കൊലപ്പെടുത്തി, അതുപോലെ തന്നെ അമ്മായിയമ്മ മരുമകളെ കൊലപ്പെടുത്തി, അതുപോലെ മരുമകൾ അമ്മായിയമ്മക്ക് ഭക്ഷണം കൊടുക്കാതെ പട്ടിണിക്കിട്ടു. ഇതൊക്കെ ഇങ്ങനെയുള്ള ക്രൂരതകളുണ്ട്. അതിനപ്പുറം മക്കള് മാതാപിതാക്കളെ കൊല്ലുന്ന, ആക്രമിക്കുന്ന വാർത്തകൾ, മാതാപിതാക്കൾ മക്കളോട് ക്രൂരത കാണിക്കുന്ന വാർത്തകൾ, ഇതൊക്കെയാണ് ലോകത്തിന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
അതിവിദൂര ദിക്കുകളിൽ നിന്നല്ല, നമ്മുടെ നാട്ടിൽ നിന്ന് പോലും ഇത്തരം വാർത്തകൾ നമ്മൾ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, അതുപോലെ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ആത്മഹത്യകൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ക്ഷമ നഷ്ടപ്പെട്ടു പോകുന്നു. എന്തിനാണ് ഞാൻ ഇത് ഇവിടെ പറയുന്നതെന്ന് ചോദിച്ചാൽ, റമളാൻ എന്ന് പറഞ്ഞാൽ ക്ഷമയുടെ മാസമാണ്. വഹുവ ശഹ്റു സ്വബ്ർ, ക്ഷമയുടെ മാസമാണ്. വസ്സബ്റു ജസാഉഹു ഇല്ലൽ ജന്ന, ക്ഷമയുടെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ സ്വർഗം മാത്രമാണ്. നമ്മുടെ കുടുംബത്തിൽ സമാധാനം വേണമെങ്കിൽ സഹോദരി സഹോദരന്മാർക്കിടയിലും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലും ജ്യേഷ്ഠാനുജന്മാർക്കിടയിലും അതുപോലെ ഭർത്തൃമാതാവിനും അതുപോലെ ഭാര്യക്കുമിടയിലും എല്ലാം തന്നെ നല്ല സൗഹൃദം നിലനിൽക്കണമെങ്കിൽ നല്ല ആത്മസംയമനം ആവശ്യമാണ്. ഈ ആത്മസംയമനമാണ് റമളാനിലൂടെ നമ്മൾ നേടിയത്. നമ്മൾ ആത്മസംയമനം നേടി എന്നത് മാത്രമാവരുത് നമ്മുടെ ലക്ഷ്യം. ഈ ക്ഷമയുടെ പ്രബോധകരായി നമ്മൾ മാറണം, ക്ഷമയുടെ പ്രചാരകരായി നമ്മൾ മാറണം. വിശുദ്ധ ഖുർആൻ സത്യവിശ്വാസികളെ സംബന്ധിച്ച് പറയുമ്പോൾ വിശേഷിപ്പിക്കുന്നുണ്ട്, സത്യം കൊണ്ടും ക്ഷമ കൊണ്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിക്കുന്നവരാണ് സത്യവിശ്വാസികളായ ആളുകൾ. വിവരമല്ലോ കിട്ടിയോ? ഇല്ല. ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കുന്നവർ. അപ്പൊ നാം സ്വയം ക്ഷമിക്കുക, ആത്മസംയമനം ജീവിതത്തിൽ ശീലിക്കുക എന്നതോടൊപ്പം തന്നെ ക്ഷമയുടെ പ്രബോധകരായി ജനങ്ങളെ ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കുന്നവരായിട്ട് മാറാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ, നേരത്തെ അത് ശംസുദ്ദീൻ മന്നാനി അദ്ദേഹത്തിന്റെ സംസാരത്തിൽ സൂചിപ്പിച്ചു, അതുപോലെ പലരും സൂചിപ്പിച്ചു. എന്തിനാണ് റമളാൻ എന്ന് ചോദിച്ചാൽ നമ്മുടെ ആത്മബലം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ സ്വയം നമുക്കൊരു ശക്തിയുണ്ട്. സകല പ്രകോപനങ്ങളെയും അതിജീവിക്കാനുള്ള ഒരു കരുത്ത് നമുക്കുണ്ട്. ആ കരുത്ത് ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ റമളാൻ എന്ന് പറയുന്നത്. മനുഷ്യരിൽ ഏറ്റവും ദുർബലൻ ആരാണെന്ന് ചോദിച്ചാൽ ദേഹേച്ഛയെ പിൻപറ്റുന്ന മനുഷ്യനാണ്. മനുഷ്യന്റെ ഇച്ഛക്കനുസൃതമായിട്ട് അങ്ങ് നീങ്ങുന്ന മനുഷ്യൻ, അയാളാണ് ഏറ്റവും ദുർബലൻ എന്ന് നമുക്ക് വേദഗ്രന്ഥത്തിൽ കാണാവുന്നതാണ്. അഫറഅയ്ത മനിത്തഖദ ഇലാഹഹു ഹവാഹു, സ്വന്തം ഇച്ഛയെ ദൈവമാക്കിയവനെ നീ കണ്ടില്ലേ എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. സ്വന്തം ഇച്ഛയെ ദൈവമാക്കിയവൻ, അതാണ് ഇന്ന് നമ്മൾ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനുഷ്യന്റെ ഭോഗാസക്തി വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഈ ഭോഗാസക്തിയെ നിയന്ത്രിക്കാൻ നമ്മുടെ കേച്ച് വന്നിട്ടുണ്ട്. ഭോഗാസക്തിയെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത നിമിത്തമാണ് ലഹരി സമൂഹത്തിൽ വ്യാപകമായത്. ലഹരി തെറ്റാണ്, അതിൽ നിന്ന് അകന്നു നിൽക്കണമെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ലഹരി തിന്മയാണെന്ന് എല്ലാവർക്കും അറിയാം, അത് ഉപയോഗിക്കുന്ന ആൾക്കും അറിയാം. പക്ഷെ അതിൽ നിന്ന് അകന്നു നിൽക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് അകന്നു നിൽക്കാൻ കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ ആത്മഫലമില്ല. ഭോഗാസക്തിക്ക് കീഴ്പ്പെട്ടു പോവുകയാണ് മനുഷ്യൻ. അവന്റെ ഇച്ഛയ്ക്ക് ഈ ലഹരി, അതുപോലെ ലൈംഗികമായ ജീർണതകൾ, അരാജകത്വം, ഇതൊന്നും നല്ലതല്ലെന്നുള്ള അറിവുള്ളതോടൊപ്പം തന്നെ മനുഷ്യന്റെ ഭോഗാസക്തി അവനെ വഴിതെറ്റിക്കുന്നു എന്നുള്ളതാണ്. ആ ഭോഗാസക്തിയെ നിയന്ത്രിക്കുവാൻ, മനുഷ്യന്റെ ആത്മഫലത്തെ ശക്തിപ്പെടുത്താനുള്ള മഹത്തായ ആരാധനയായിരുന്നു യഥാർത്ഥത്തിൽ നാം അനുഷ്ഠിച്ചിട്ടുള്ള നോമ്പുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ലഹരി അടക്കമുള്ള ലൈംഗിക അരാജകത്വം അടക്കമുള്ള തിന്മകൾക്കെതിരെ ഈ ആത്മഫലം കൊണ്ട് അതിനെതിരിലുള്ള വലിയ പ്രചാരകരായി അങ്ങേയറ്റം ബോധവൽക്കരണം നടത്തുന്ന ആളുകളായിട്ട് മാറാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. ഇനി ഇന്നത്തെ ദിവസം അതല്ലെങ്കിൽ 30 പൂർത്തീകരിക്കുകയാണെങ്കിൽ നാളത്തെ ദിവസം കൂടി കഴിഞ്ഞ് നമ്മൾ ചെറിയ പെരുന്നാളിലേക്ക്, ഈദുൽ ഫിത്റിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. എന്തിനാണ് ഈ ഉപവാസത്തിന്റെ പിന്നോടിയായിട്ട് ഒരു ഈദുൽ ഫിത്റിനെ അള്ളാഹു നിശ്ചയിച്ചു തന്നത്, പ്രവാചകൻ നിശ്ചയിച്ചു തന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ബന്ധങ്ങളെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണത്. അള്ളാഹുവോടുള്ള ബന്ധമാണ് റമളാനിൽ നമ്മൾ കാര്യമായി ശക്തിപ്പെടുത്തിയത്. അള്ളാഹുവോടുള്ള ബന്ധം മാത്രമല്ല, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരോടുള്ള ബന്ധം വളരെ പ്രധാനമാണ്. അയാളുടെ കുടുംബ ബന്ധം അയാളെ ശക്തിപ്പെടുത്തണം, അയാളുടെ രക്തബന്ധം അയാളെ ശക്തിപ്പെടുത്തണം, അയാളുടെ അയൽപക്ക ബന്ധം, സൗഹൃദ ബന്ധം, ജാതി മത വ്യത്യാസങ്ങൾക്ക് അതീതമായിട്ടുള്ള സൗഹൃദ ബന്ധങ്ങളെ, കുടുംബ ബന്ധങ്ങളെ ശക്തിപ്പെടുത്താനുള്ള വലിയൊരു അവസരമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈദുൽ ഫിത്ർ എന്ന് പറയുന്നത്. 2 പെരുന്നാളുകളാണ് ഇസ്ലാമിന്റെ ആഘോഷങ്ങളായി, പ്രധാന ആഘോഷങ്ങളായിട്ട് ഉള്ളത് എന്ന് നമുക്കറിയാം. ഈ സൗഹൃദവും അതുപോലെ തന്നെ കുടുംബ ബന്ധവും ശക്തിപ്പെടുത്താനുള്ള
വലിയ ആഘോഷം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഖൽഖു ഇയാലുല്ലാഹ്, സൃഷ്ടികൾ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ കുടുംബമാണ്. സൃഷ്ടികൾ അള്ളാഹുവിന്റെ കുടുംബമാണ്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനുഷ്യരെല്ലാവരും ജഗന്നിയന്താവായ നാഥന്റെ ദാസന്മാരും അതിനപ്പുറത്ത് അള്ളാന്റെ കുടുംബം എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ചിട്ടുള്ള സഹോദരങ്ങളെ. ആ ഒരു അർത്ഥത്തിൽ എല്ലാവരെയും സഹോദരീ സഹോദരന്മാരായി കണ്ടുകൊണ്ട്, ജാതി മത വ്യത്യാസങ്ങളില്ലാതെ, കക്ഷി രാഷ്ട്രീയ ഭേദങ്ങളില്ലാതെ എല്ലാവരെയും സഹോദരീ സഹോദരന്മാരായി, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. സ്വാമി വിവേകാനന്ദന്റെ ചിക്കാഗോ പ്രസംഗത്തിൽ ഏറ്റവും ആകർഷണീയമായ കാര്യം അദ്ദേഹം സഹോദരീ സഹോദരന്മാരെ എന്ന് വിളിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്തു എന്നുള്ളതാണ്. ടോൾസ്റ്റോയ് ഒരു സംഭവം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെതായ ഒരു അനുഭവം പറയാം. അദ്ദേഹം ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കുറച്ച് നടന്നു പോയപ്പോഴാണ് ഒരു യാചകൻ ഇങ്ങനെ വല്ലതും തരണേ എന്ന് പറഞ്ഞുകൊണ്ട് യാചിക്കുന്നത്. ടോൾസ്റ്റോയ് പൈസ എടുത്തിട്ടുണ്ടാവും എന്ന് കരുതി പോക്കറ്റിൽ കൈയിട്ട് നോക്കുമ്പോൾ പോക്കറ്റിൽ ഒന്നുമില്ല, പൈസ ഒന്നുമില്ല. അതിന് സഹോദര, ഞാൻ പൈസ എടുത്തിട്ടില്ലല്ലോ. അപ്പോഴാണ് ആ യാചകൻ പറഞ്ഞത്, നിങ്ങളെല്ലാം തന്നല്ലോ, ഞാൻ ഒന്നും തന്നില്ലല്ലോ, നിങ്ങളെല്ലാം തന്നല്ലോ എന്ന് അദ്ദേഹം യാചകൻ വീണ്ടും ആവർത്തിക്കുകയാണ്. എന്നെ സഹോദര എന്ന് നിങ്ങൾ വിളിച്ചില്ലേ, അതാണ് എനിക്ക് നിങ്ങൾ നൽകിയ ഏറ്റവും വലിയ ദാനം എന്ന് ടോൾസ്റ്റോയോട് ആ യാചകൻ പറയുന്നുണ്ട്. ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെയും സഹോദരീ സഹോദരന്മാരായി കാണാനും ഇവർക്കിടയിൽ എല്ലാമുള്ള ബന്ധം ശക്തിപ്പെടുത്താനുമുള്ള നല്ല അവസരമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന ഈദുൽ ഫിത്ർ. നമ്മുടെ 2 ഈദുകളും അതിനുള്ളത് കൂടിയാണ് എന്ന ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുവാൻ, പ്രാർത്ഥനയോടുകൂടി ലോകശാന്തിക്ക് വേണ്ടി, ലോക സമാധാനത്തിന് വേണ്ടി, യുദ്ധവിരാമത്തിന് വേണ്ടി പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. ജഗന്നിയന്താവായ നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളവന്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മുടെ ഇമാമുമാർ വ്യത്യസ്ത മഹല്ലുകളിൽ നിന്നായിട്ട് ഇവിടെ സംഗമിച്ചിരിക്കുകയാണ്. അല്ലാഹു തആല മുസ്ലിം ഉമ്മത്തിനിടയിൽ, അതുപോലെ രാജ്യനിവാസികൾക്കിടയിലും അല്ലാഹു ഐക്യവും അതുപോലെ യോജിപ്പും നിലനിർത്തി തരുമാറാവട്ടെ. എല്ലാത്തരം വർഗീയതകളെയും അതിജീവിക്കാനുള്ള ശക്തിയും കരുത്തും നാഥൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.